പാലക്കാട് നഗരസഭ വലിയ അവകാശവാദമായിരുന്നു ബി ജെ പിക്ക്. ആ ബി ജെ പിയെ തകർക്കാൻ തങ്ങൾ എന്ന് കോൺഗ്രസ്. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അവർക്കൊപ്പവും ഒരല്പം മുന്നിലും എൽ ഡി എഫിനെ കാണുന്നുണ്ടല്ലോ ലീഡിൽ പാലക്കാട് നഗരസഭയിൽ. അതുതന്നെയാണ് നിലവിൽ LDF 5 സീറ്റുകളിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ NDA 4 സീറ്റിലും UDF 4 സീറ്റിലുമാണ് നിലവിൽ വിജയിച്ചിട്ടുള്ളത്. BJPയുടെ സിറ്റിംഗ് വാർഡായ 8ാം വാർഡടക്കം ഇപ്പോൾ LDF പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 UDF വാർഡുകളും നിലവിൽ LDF പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയുടെ 2 വാർഡുകൾ UDF പിടിച്ചെടുത്തു. ഇതിൽ നിന്നും പാലക്കാട് നഗരസഭയിൽ BJPക്ക് അടിപതർന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ 10 സീറ്റിലാണ് LDF മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 11 സീറ്റിൽ UDF മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പാലക്കാടും വളരെ ശ്രദ്ധാകേന്ദ്രമാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നു പാലക്കാടിന്റെ സ്ഥിതി എങ്ങോട്ട് എങ്ങനെ ഇഞ്ചോടിഞ്ചു പോരാട്ടം. ഒപ്പത്തിനൊപ്പം ഇന്ന് തന്നെ പറയാം സിജു കണ്ണൻ കൂടി ചേരുന്നു കാസർഗോഡ്. സിജു, കാസർഗോഡിന്റെ ഒരു ചിത്രം, നഗരസഭകൾ അതുപോലെ ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളിൽ കാണുന്ന ഒരു ട്രെൻഡ്. ചേർത്ത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്, PM നിയാസ് തോറ്റു എന്ന നില കൂടിയുണ്ട്. മുമ്പ് പറഞ്ഞ മേയർ സ്ഥാനാർത്ഥി. ശരി ശരി, ഒരു മേയർ സ്ഥാനാർത്ഥി നേരത്തെ തോറ്റായിരുന്നു, VM വിനു. അതെ, ഇലക്ഷന് മുമ്പേ. സിജു കണ്ണൻ പറഞ്ഞോളൂ. ചേർത്ത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ വളരെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. 7 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു, 5 ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു, 2 ഇടത്ത് NDA ലീഡ് ചെയ്യുന്നു. ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ വലിയ പ്രതീക്ഷയാണ് LDF വെച്ചിരിക്കുന്നത്. 9 മുതൽ 10 സീറ്റുകൾ വരെ കിട്ടി ഭരണം നിലനിർത്തുമെന്നാണ് LDF പറയുന്നത്. നഗരസഭകളിലേക്ക് പോകുമ്പോൾ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ നിലവിൽ 22 സീറ്റിൽ LDF മുന്നിട്ട് നിൽക്കുകയാണ്. 4ാം തവണയും നീലേശ്വരം നഗരസഭ LDF നിലനിർത്തുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയിലും LDF മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. കാസർഗോഡ് നഗരസഭയിൽ UDF മുന്നേറ്റം. ബ്ലോക്ക് പഞ്ചായത്തുകൾ എടുക്കുമ്പോൾ 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിലവിലുള്ള അതേ സ്റ്റാറ്റസാണ്. 2020 അതേ സ്റ്റാറ്റസിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാസർഗോഡ് മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. പരപ്പ, കാറടുക്ക, അതോടൊപ്പം കാഞ്ഞങ്ങാട്, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF ലീഡ് ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്തുകളുടെ ചിത്രങ്ങൾ ഏകദേശം തെളിഞ്ഞു വരുന്നതേയുള്ളൂ. ശരി, ഏതായാലും ജില്ലാ പഞ്ചായത്തുകളിലും ഒക്കെ പൊതുവിൽ ഈ ലീഡ് നില നോക്കുമ്പോൾ UDFന് മെച്ചപ്പെട്ട ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തുകൾ നോക്കിയാൽ ഇപ്പോൾ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ നല്ല ലീഡാണ് UDFന്, 15-1 എന്ന നിലയിൽ നിൽക്കുകയാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് നോക്കിയാൽ. കാസർഗോഡ് LDF ലീഡ് ചെയ്യുമ്പോൾ തന്നെ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ UDF ലീഡ് ചെയ്യുന്നു.